ദീസ് കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇഡ്ഡലി പൊടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഈ പൊടി എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ട ചേരുവകളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഇഡ്ഡലി പൊടി ഉണ്ടാക്കാൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് ഉഴുന്ന്, 1/2 കപ്പ് കടലപ്പരിപ്പ്, 1/2 കപ്പ് സാമ്പാർ പരിപ്പ്, 1/4 കപ്പ് അരി ഏതാണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മട്ടരിയാണ്. വറ്റൽമുളക് 25 എണ്ണം, 1 സ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ നല്ല ജീരകം, 1.5 ടീസ്പൂൺ എള്ള് ഏതാണെങ്കിലും കുഴപ്പമില്ല, കറുത്തതാണെങ്കിലും വെളുത്തതാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും പിന്നെ വേണ്ടത് കുറച്ചധികം കറിവേപ്പിലയും കൂടിയാണ്. ഇനി എങ്ങനെയാണ് ഇഡ്ഡലി പൊടി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലതുപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. നമുക്ക് ആദ്യം തന്നെ ഈ അരി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അരി ഒരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ കൈവിടാതെ ഇളക്കി കൊടുത്ത് ഇത് നന്നായി ക്രിസ്പി ആവുന്നത് വരെ, നന്നായി ഒന്ന് മുരിഞ്ഞ് കിട്ടുന്നത് വരെ വറുത്തെടുക്കണം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഈ അരി വറുത്തെടുക്കാൻ. അപ്പോഴാണ് നമ്മുടെ അരി നന്നായി പഫപ്പായി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ചില ആൾക്കാർ ഇഡ്ഡലി പൊടി ഉണ്ടാക്കുമ്പോൾ അരി ചേർക്കാറില്ല. പക്ഷെ അരിയും കൂടി ചേർത്ത് ഉണ്ടാക്കുമ്പോഴാണ് ഇഡ്ഡലി പൊടിയുടെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുക. ഇപ്പോൾ അരി നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. നല്ല ബ്രൗണായി നല്ല ക്രിസ്പി ആയിട്ടാണ് അരി ഇരിക്കുന്നത്. മാത്രമല്ല അരിമണി പൊട്ടുന്ന നല്ല ശബ്ദവും നമുക്ക് കേൾക്കാൻ പറ്റും. ഇത് ഇത്രയും തന്നെ മതി. നമുക്കിത് ചീനച്ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് അതേ ചട്ടിയിലേക്ക് തന്നെ ഉഴുന്നിട്ട് കൊടുത്ത് ഉഴുന്നും നല്ലതുപോലെ ബ്രൗൺ നിറം ആവുന്നത് വരെ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് നമുക്ക് കൈവിടാതെ ഇളക്കി കൊടുത്ത് വറുത്തെടുക്കാം. ഇപ്പോൾ ഉഴുന്ന് നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതി. നമുക്ക് ചീനച്ചട്ടിയിൽ നിന്ന് ഇതും എടുത്തു മാറ്റാം. ഇനി അടുത്തതായി സാമ്പാർ പരിപ്പും കടലപ്പരിപ്പും ഒരുമിച്ചിട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പം സാമ്പാർ പരിപ്പും കടലപ്പരിപ്പും പകുതി റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് വറ്റൽമുളകും കുരുമുളകും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വീണ്ടും റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ നല്ല എരിവുള്ള വറ്റൽമുളക് 25 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളെടുക്കുമ്പോഴും എരിവുള്ള മുളക് തന്നെ എടുക്കാൻ നോക്കുക. ഈ അളവിന് മുളക് ചേർത്ത് കൊടുത്തപ്പോൾ ഇഡ്ഡലി പൊടിക്ക് എരിവ് കറക്റ്റായിരുന്നു. ഇനി നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഉണക്കമുളകിൻ്റെ എണ്ണത്തിൽ മാറ്റം വരുത്തുക. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ജീരകവും 1.5 ടീസ്പൂൺ എള്ളുമാണ്. എള്ള് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഇഡ്ഡലി പൊടിക്ക് നല്ലൊരു മണവും നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടുന്നതാണ്. എൻ്റെ കയ്യിൽ വെളുത്ത എള്ളാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഞാനത് ആഡ് ചെയ്ത് കൊടുത്തത്. നിങ്ങളുടെ കയ്യിൽ കറുത്ത എള്ളുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. കറുത്ത എള്ളിനാണ് വെളുത്ത എള്ളിനേക്കാളും നല്ലൊരു ഫ്ലേവറും കൂടുതൽ മണമൊക്കെ ഉള്ളത്. ഇനി ഇതിലേക്ക് അവസാനമായി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കായത്തിൻ്റെ പൊടി കൂടിയാണ്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇനി നിങ്ങൾ കായത്തിൻ്റെ പൊടിക്ക് പകരം കട്ടയായിട്ടുള്ള കായമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ച് എണ്ണയിൽ ഒരു കഷ്ണം കായം ഇട്ട് നന്നായി ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നന്നായി ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാവും. അല്ലാതെ കായം പൊടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എല്ലാം നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചീനച്ചട്ടിയിൽ നിന്ന് എടുത്തു മാറ്റാം. ഇനി അവസാനമായി നമുക്ക് വറുത്തെടുക്കേണ്ടത് കുറച്ചധികം കറിവേപ്പിലയും കൂടിയാണ്. ഈ കറിവേപ്പിലയുടെ അളവ് കൂടുന്തോറും നമ്മുടെ പൊടിക്ക് ടേസ്റ്റും മണവും ഫ്ലേവറൊക്കെ നന്നായി കൂടും. അപ്പോൾ ഇത് നന്നായി ഡ്രൈ ആവുന്നത് വരെ വറുത്തെടുക്കണം. ഇതിലൊരു തുള്ളി വെള്ളത്തിൻ്റെ അംശം പോലും പാടില്ല. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ പൊടി പെട്ടെന്ന് കേടുവന്നു പോകും. നന്നായി വറുത്തതിന് ശേഷം ഇതും കോരി മാറ്റാം. ഇപ്പോൾ വറുത്തെടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുമിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ഇഡ്ഡലി പൊടിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപ്പ് എല്ലാവിടെയും എത്തുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് ബാച്ചായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇത് പൊടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതൊരിക്കലും ഫൈനായിട്ട് പൊടിച്ചെടുക്കരുത്. ചെറിയൊരു തരിതരിപ്പോട് കൂടിയിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാൻ.
അപ്പോഴായിരിക്കും ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഇത് കഴിക്കാൻ കൂടുതൽ നല്ലത്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിക്കാനും കിട്ടും. ഇപ്പോൾ ഇഡ്ഡലിപ്പൊടി നല്ലതുപോലെ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലൊട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഇല്ലാത്തത് കൊണ്ട് ഇതൊരു 5-6 മാസത്തേക്ക് കേടുകൂടാതെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ ഈ പൊടി കൂട്ടി കഴിക്കാൻ ഒരുപാട് ഇഷ്ടമായിരിക്കും കുട്ടികൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറച്ചധികം അളവിൽ പൊടിച്ച് സ്റ്റോർ ചെയ്ത് വെച്ചാൽ ചട്നിയും ചമ്മന്തിയും അരയ്ക്കാൻ സമയമില്ലാത്ത ദിവസങ്ങളിലും നമുക്ക് മടി പിടിക്കുന്ന ദിവസങ്ങളിലും ഇതുണ്ടെങ്കിൽ നല്ലൊരു ആശ്വാസമായിരിക്കും. ഇഡ്ഡലിപ്പൊടിയുടെ പെർഫെക്റ്റ് റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കമൻസും അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഡീസ് കുക്കിംഗ്.